ഹലോ എവറി വൺ, വെൽക്കം ടു സൗന്ദര്യ ദ ഡിസൈനർ സ്റ്റുഡിയോ. അങ്കമാലിയിലെ തന്നെ നമ്പർ 1 ആയിട്ടുള്ള ഒരു ഡിസൈനർ സ്റ്റുഡിയോ ആണ് സൗന്ദര്യ ദ ഡിസൈനർ സ്റ്റുഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ട്രാൻസ്പെറൻറ്റ് നെക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ്. ട്രാൻസ്പെറൻറ്റ് നെക്ക് ചെയ്യുന്നതിനായിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നെറ്റും അതുപോലെ തന്നെ ഒരു പ്ലെയിൻ മെറ്റീരിയലുമാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഈ ട്രാൻസ്പെറൻറ്റ് നെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വരുന്ന വർക്കിനെ യൂഷ്വലി നമ്മൾ സെറിയിലാണ് ആരി ചെയ്താണ് വർക്കും നമ്മുടെ മെയിൻ മെറ്റീരിയലും നെറ്റും തമ്മിൽ ഫിക്സ് ചെയ്യുന്നത് ആരിയിലായിരിക്കും. ആരിയിൽ വർക്കോട് കൂടി തന്നെയാണ് നമ്മൾ കൂടുതലും അത് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നെക്ക് മാർക്ക് ചെയ്യും നെറ്റിൽ, എന്നിട്ട് പ്ലെയിൻ മെറ്റീരിയലിൽ നമ്മുടെ മെയിൻ മെറ്റീരിയലിലും ആ നെറ്റിന് ശേഷമുള്ള പോർഷനും മാർക്ക് ചെയ്യും. എന്നിട്ട് നമുക്ക് ജോയിൻറ്റ് ചെയ്യേണ്ട ഭാഗത്ത് പ്ലെയിനായിട്ട് സെയിം കളർ ത്രെഡിൽ ആരിയിൽ ഒന്ന് മെറ്റീരിയൽസിനെ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കും. അതിനുശേഷം നമ്മൾ അവിടെ ഹാൻഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഹാൻഡ് വർക്കിൽ നമുക്കവിടെ ചെയ്തു കൊടുക്കേണ്ട ബൂട്ടാസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഈ ജോയിൻറ്റിൽ തന്നെ ചെയ്തു കൊടുക്കും. അപ്പോൾ അവിടെ നമ്മുടെ ആ ജോയിൻറ്റ് നല്ല സ്ട്രോങ് ആവുകയാണ്. ആ ഒരു വർക്ക് കൂടി നമ്മൾ അവിടെ തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ അവിടുത്തെ ജോയിൻറ്റ് ഈ ഒരു ആരി ഇത് മാത്രമല്ല, അവിടെ ചെയ്തിരിക്കുന്ന എല്ലാ വർക്കുകളും ആ രണ്ട് മെറ്റീരിയലിനെ തമ്മിൽ ജോയിൻ ചെയ്ത് അവിടെ നിർത്തുന്നതിന് വേണ്ടിയിട്ട് യൂസും കൂടെ ചെയ്തു പോവുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മെറ്റീരിയൽസ് തമ്മിൽ നല്ല പെർഫെക്റ്റായിട്ട് ജോയിൻ ആയി കഴിയും. അത് തയ്ച്ചിട്ടില്ല എന്നുള്ള ഒരു കുറവായിട്ടേ വരില്ല. കാരണം അത്രയേറെ സ്റ്റിച്ചുകളാണ് ആ ഒരു ഏരിയയിൽ അവിടെ പോകുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഒരു ടീൽ ബ്ലൂ കളറുള്ള ബൂട്ടയും അതിന് താഴെ ചെയ്യുന്ന ഗോൾഡൻ കളർ ബൂട്ടയും നമ്മൾ ഈ 2 ലെയർ ഓഫ് മെറ്റീരിയലിലാണ് ചെയ്യുന്നത്. അതായത് നെറ്റിലാണ് മെയിനായിട്ട് വർക്ക് വരുന്നത്, പക്ഷേ നെറ്റിനടിയിൽ നമ്മുടെ മെയിൻ മെറ്റീരിയലിൻ്റെ ഒരു ലെയർ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്നത് ഈ ഹാൻഡ് വർക്കാണ്. അതിനുശേഷം നമ്മൾ നെക്കിലേക്ക് ഒരു സ്കാലപ്പ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ വർക്ക് ഫിനിഷ് ആയതിന് ശേഷമുള്ളതാണ്. ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ആ വർക്കിൽ ചെയ്തിരിക്കുന്ന മുഴുവൻ നൂലുമാണ് ഇതിനെ തമ്മിൽ ഇവിടെ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ സ്ലീവിൻ്റെ വർക്കും കൂടിയുണ്ട്. സ്ലീവിൻ്റെ വർക്കിലും ഇതുപോലെ തന്നെ നമ്മൾ വർക്കോട് കൂടിയാണ് നെറ്റിനെ അവിടെ ജോയിൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ട്രാൻസ്പെറൻറ്റ് സ്ലീവും ട്രാൻസ്പെറൻറ്റ് നെക്കും വരുന്ന ഡിസൈൻസിനെ ശരിയായ രീതിയിൽ ഫിക്സ് ചെയ്തെടുക്കുന്നത് ഇങ്ങനെയാണ്. ഇതല്ലാതെയും ചെയ്യുന്ന രീതികളുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.